അന്വേഷണ കമ്മീഷൻ വിശദമായി അന്വേഷിച്ചു. ഒരു സാമ്പത്തിക ക്രമക്കേടും നടന്നതായിട്ട് നമ്മുടെ അന്വേഷണ കമ്മീഷൻ മുമ്പിൽ വന്നിട്ടില്ല. ഇത്രയും വലിയൊരു തുക ഒരു സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ തുക കൊണ്ട് ഇലക്ഷൻ നടത്തി. അതാണ് അങ്ങനെ ഒരു രീതി നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്തതാണ്. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുമതി ഇല്ലാതെ അറിവില്ലാതെയാണോ ഈ പണം വാങ്ങിയത്? സംസ്ഥാന സെക്രട്ടറിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് രാമചന്ദ്രൻ നായർ പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും പിഴവ് ഈ സ്ഥാനാർത്ഥി നിശ്ചയത്തിലുണ്ടെങ്കിൽ ഒന്നാമത്തെ കുറ്റക്കാർ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. സെക്രട്ടേറിയറ്റിനെയും സെക്രട്ടറിയെയും സ്വാധീനിച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. എനിക്ക് വെറുതെ ഒരു നടപടിയില്ല. നടപടി എന്ത് പാർട്ടി തീരുമാനം പാർട്ടിക്ക് വിധേയരാണ് ഞങ്ങളെല്ലാം. തരവും താഴ്ത്താൻ പറ്റില്ല, കാരണം നാഷണൽ എക്സിക്യൂട്ടീവാണ് ഞാൻ. വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിയുടെ ചുമതലക്കാരനായ സഖാവ് സി ദിവാകരനെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാമചന്ദ്രൻ നായർ, ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശി എന്നിവരെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ നിന്നും കൗൺസിലിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനിച്ചു.